Hello, welcome to our channel, The Wheel of Fortune 7 Tarot. God, ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. നിങ്ങൾ അവിടെ എല്ലാരും സേഫ് അല്ലേ? ഇപ്പം റീസെന്റ് ആയിട്ട് വാർത്തയ്ക്കകത്ത് കുറെ സ്ഥലങ്ങളിലൊക്കെ വീണ്ടും ഉരുൾപൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും പ്രെയർ ഒക്കെ ചെയ്യുന്നില്ലേ? ഞാൻ ഡെയിലി റീഡിങ് എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയും നിങ്ങളോട് പ്രേ ചെയ്യണം. നിങ്ങൾ അതിൽ ഉപേക്ഷ വിചാരിക്കരുത്. കാരണം പ്രേയേഴ്സ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ നന്നായിട്ട് പ്രെയർ ചെയ്യുക. സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും മേ ബി നമ്മളുടെ പ്രേയേഴ്സിന് ആൻസർ കിട്ടുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. ബട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. സിറ്റുവേഷൻ ചേഞ്ച് ആകും എന്നുള്ള ഉറപ്പാണ്. ഒരിക്കലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. എന്തൊരു സിറ്റുവേഷൻസ് ആണെങ്കിലും, പ്രസന്റ് സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, നമുക്ക് തല പോകുന്ന പ്രശ്നമായിരിക്കില്ല. തല പോകുന്ന രീതിക്കുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ ഫേസ് ചെയ്ത് നിൽക്കുകയായിരിക്കും നമ്മൾ. അതൊക്കെ നമുക്കിനി വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയായിരിക്കും. ബട്ട് എന്നാലും ഹോപ്പ് കൈവിടാൻ പാടില്ല. ബിക്കോസ് എല്ലാ മൊമെന്റും ഒരു ലൈക്ക് ഈ ഒരു ടൈമിലായിരിക്കുന്ന സിറ്റുവേഷൻസ് നെക്സ്റ്റ് ടൈമിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. സിറ്റുവേഷൻ ചേഞ്ച് ആവാറുണ്ട്. നമ്മൾ പറയില്ല ഈ സമയവും കടന്നു പോകും എന്ന് പറയും. അത് വെറുതെ ഉള്ളൊരു മോഡൊന്നും അല്ല, ജസ്റ്റ് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു എനർജി അല്ല. ശരിക്കും എക്സാക്ട് ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മൊമെന്റും കടന്നു പോകും, ഈ ഒരു സമയവും കടന്നു പോകും. സോ എന്തൊരു സിറ്റുവേഷൻസ് വന്നെന്ന് പറഞ്ഞാലും നന്നായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക, പ്രെയർ ചെയ്യുക. ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ള ഒരു വ്യക്തിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ദൈവത്തിൽ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിറ്റുവേഷൻസിലല്ല, നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ഡിവൈൻ പവറിലാണോ ബിലീവ് ചെയ്യുന്നത്, സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുക, ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുക. ബിക്കോസ് എന്ത് സിറ്റുവേഷൻസ് ലൈഫിൽ വന്നാലും അതിന് റീസൺ ഉണ്ട്. റീസൺ ഇല്ലാതൊന്നുമല്ല. ഓൾറെഡി നമ്മുടെ സിറ്റുവേഷൻസിൽ നല്ലത് വന്നാലും ചീത്ത വന്നാലും നമ്മുടെ ലൈഫിൽ അത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ ബാക്കിലേക്ക് പോവാതെ. ഓക്കെ, സോ അവർ എനർജി ഐ ഡോണ്ട് നോ, ബട്ട് എനിക്ക് ഇതൊക്കെ പറയണം തോന്നി. ആർക്കെങ്കിലും ഇതിന്റെ ഒരു ഗൈഡൻസിന്റെ ആവശ്യം ഉണ്ടായിരിക്കാം. മേ ബി ഒത്തിരി പ്രേയേഴ്സ് ഒക്കെ ചെയ്തിട്ടും ആൻസേഴ്സ് ഒക്കെ കിട്ടാതിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇത് ആവശ്യം ഉണ്ടായിരിക്കാം. ഈ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മോഡലായിരിക്കാം. ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, ഒരു തരത്തിൽ ഒന്നിനും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു തരത്തിലും ഒരു കാര്യത്തിലും ഞാൻ ഗിവ് അപ്പ് ചെയ്യാറേ ഇല്ല. മേ ബി അവിടെ ഒരു സീറോ ഹോപ്പ് ആയിരിക്കാം, ബട്ട് എന്നാൽ പോലും എനിക്ക് ഹോപ്പ് ഉണ്ട്. ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ നാളെ സിറ്റുവേഷൻ ചേഞ്ച് ആവാനും സാധ്യതയുണ്ട്. സോ നെവർ എവർ ഗിവ് അപ്പ്, എന്ത് സിറ്റുവേഷൻസിലാണെങ്കിലും. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ദ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ ആഫ്റ്റർനൂൺ കറന്റ് ഫീലിംഗ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഞാനൊരു റീഡിങ് നല്ല ലേറ്റ് നൈറ്റ് തോട്ട്സിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് അത് എനിക്കൊന്നും ആരും കണ്ടിട്ടില്ല. ഞാൻ കുറെ ലേറ്റ് ആയിട്ട് അത് പോസ്റ്റ് ചെയ്തത്. 12 AM എങ്ങാണ്ടായിരുന്നു പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു തലയിൽ ഒരു റീഡിങ് ഇട്ടതിന്റെ ഒരു ചെറിയ എനർജി ചേഞ്ചസ് ആണത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ ഇൻ ദ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ ആഫ്റ്റർനൂൺ കറന്റ് ഫീലിംഗ്സ്, കറന്റ് സിറ്റുവേഷൻ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. സോ ഇത് കോണ്ടാക്ട് ഉണ്ടെങ്കിലും കോണ്ടാക്ട് ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് കാണാം കേട്ടോ. കാരണം ഞാൻ എല്ലാ സിറ്റുവേഷൻസും ഇതാക്കുന്നുണ്ട്. ബിക്കോസ് എല്ലാവരും നോ കോണ്ടാക്ട് റൂൾ അനുസരിച്ചിട്ട് കറന്റ് ഫീലിംഗ്സ് പറയുന്നത് നോ കോണ്ടാക്ട്. പക്ഷെ നമ്മളല്ല, നിങ്ങൾ നോ കോണ്ടാക്ട് ആണെങ്കിലും കോണ്ടാക്റ്റിലാണെങ്കിലും ലെസ് കോണ്ടാക്റ്റിലാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ടൈംലെസ് റീഡിംഗ് ആണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നുള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ ആൻഡ് വ്യൂവേഴ്സ് ആൻഡ് പേഴ്സന്റെ ആഫ്റ്റർനൂൺ കറന്റ് ഫീലിംഗ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് പെന്റിക്കിൾ ആണ്. നെക്സ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോർഡ്സ് ആണ്. തേർഡ് വൺ 6 ഓഫ് വാൻഡ്സ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. the person, the current feeling, current feelings, please guide me. Okay. 5 ഓഫ് ഹാൻഡ്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ പേജ് ഓഫ് കോയിൻസ് ആണ് കേട്ടോ. പേജ് ഓഫ് കോയിൻസ് ആണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് 3 ഓഫ് കോയിൻസും പിന്നെ
ക്യൂൻ ഓഫ് വാൻസും ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു റീഡിങ് ഫസ്റ്റിലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റില് തന്നെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി വേണം. എന്തിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് അറിയണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ തേർഡ് പാർട്ടി ഉണ്ടോ, ഇനിയിപ്പോ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ എൻറ്റർ ചെയ്തത് കൊണ്ടാണോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന ഈ ഒരു വ്യക്തി എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ മൈൻഡിൽ കുറെ തോട്ട്സ് ഉണ്ട്. ആ തോട്ട്സിനെല്ലാം ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട്. നിങ്ങൾ ഇനി ഒരു കണക്ഷനിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്. ബിക്കോസ് ഇപ്പം എന്തെങ്കിലും ഒരു ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ തിരിച്ചും മറിച്ചും ചിന്തിച്ചാലും നിങ്ങൾക്ക് മൊത്തത്തിൽ എന്താ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എക്സാക്ട് ഈ ഒരു കണക്ഷൻ എന്താണെന്നോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നോ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. ആ ഒരു എനർജി എനിക്ക് ഇവിടെ നിങ്ങളുടെ ഫീൽ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എവിടുന്നോ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പുതിയതായിട്ട് ഏതോ ഒരു പേഴ്സൺ എൻട്രി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ എന്നെ ഇത്ര അവോയ്ഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു വ്യക്തി ഇങ്ങനെ ആയിരുന്നിരിക്കില്ല. നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടും കെയറിങ്ങിലായിരിക്കാം, ലവിങ്ങിലായിരിക്കാം, നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ടാവാം. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു മൊമെന്റിൽ ആള് ഒരു ഭയങ്കരമായിട്ടും കോൾഡ് ഷോൾഡർ കാണിക്കുന്നുള്ളത്. ഒരു റൂഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിൽ ആൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറെയൊക്കെ ഇതായി, യെസ് ഇവിടെ തേർഡ് പേഴ്സൺ ഉണ്ട്, ഈ ഒരു കണക്ഷൻ ഉണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ട്. ഓക്കെ, സോ ഏറെക്കുറെ നിങ്ങളുടെ ഇൻഡ്യൂഷനും കറക്റ്റ് തന്നെയാണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു റീഡിങ്ങില്. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്. ഈ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അത്ര വലിയ ഒരു പ്രയോറിറ്റി തരാത്തത്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പ്രയോറിറ്റിയിൽ വെക്കാത്തതിന് ഒരു മെയിൻ റീസൺ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ്. കാരണം ഇപ്പൊ ഉള്ള ഈ ഒരു സിറ്റുവേഷൻ പ്രസന്റ് എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് തേർഡ് പാർട്ടിയിലാണ് ഈ ഒരു വ്യക്തിക്ക് ബെനിഫിറ്റ് ഫീൽ ചെയ്യുന്നത്. അത് എന്തും ആവാം, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്ത് സിറ്റുവേഷൻസും ആവാം. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് ആൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ഫെമിനൻ എനർജി തന്നെയാണ് തേർഡ് പാർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളല്ലാതെ വേറെ മൂന്നാമതൊരു വ്യക്തി ഇയാളുടെ ലൈഫിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ട്, സോറി, ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ തേർഡ് പേഴ്സൺ ആയിരിക്കാം. ഇനി നിങ്ങളുടെ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഈ ഒരു വ്യക്തിയുടെ വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് വുമൺസും ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പുതിയതായിട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ആരോ ഒരാൾ എൻറ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഒരു വ്യക്തിയോട് ഈ ഒരു വ്യക്തിക്ക് ഒരു സ്പാർക്കും ഉണ്ട്. ഓക്കെ, സ്പാർക്കും ഉണ്ട്. അവരുടെ മൈൻഡിൽ ഇത്രയധികം മെന്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പം ആൾക്ക് ഡൗട്ടാണ്, അത് ചൂസ് ചെയ്യും, ഇത് ചൂസ് ചെയ്യണം, അത് ചൂസ് ചെയ്യണം, ഇത് ചൂസ് ചെയ്യണം. ആൾക്ക് ടോട്ടലി കൺഫ്യൂഷനിലാണുള്ളത്. അപ്പൊ പിന്നെയും നോക്കുന്നത് ലൈക്ക് പുതിയൊരു വ്യക്തിയല്ലേ, എന്നാൽ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് അടുത്ത് നോക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ആൾ അങ്ങോട്ടേക്ക് കണക്റ്റഡ് ആവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യാണ്. ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ. ശരിക്കും പറഞ്ഞാൽ എക്സാക്ട് ഇവിടെ ഈ ഇമേജിൽ രണ്ട് ജീവികളുണ്ട്. അപ്പം ഇതിൽ ഈ ഒരു ജീവിനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ജീവിനെ മാറ്റി നിർത്തിയേക്കാണ്, മറ്റേ ജീവിയുടെ അടുത്തേക്കാണ് ഫുൾ ഫോക്കസ്ഡ് ആ ഒരു വ്യക്തിക്കുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനറിയില്ല എന്തുകൊണ്ടാണ് എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്, എന്താ റീസൺ, എന്താ എക്സാക്ട് എന്നെ വേണ്ട, അല്ലെങ്കിൽ എന്നോട് സ്നേഹം കാണിക്കാതെ കെയർ കാണിക്കാതിരിക്കുന്ന റീസൺ എന്താണെന്ന് അറിയത്തില്ല അതിന് എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോ ഉള്ളത്. നിങ്ങൾക്ക് അറിയത്തില്ല എക്സാക്ട് എന്താ ഇയാൾ ഇത്ര ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇടുന്നതെന്ന്. ആ ഒരു പേഴ്സന്റെ ഫുൾ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തേർഡ് പേഴ്സണിലാണ് ഉള്ളത്. നേരത്തെ നിങ്ങൾ ഇവർക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കാം, പക്ഷെ ഈ ഒരു ടൈമിൽ ഇവർക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയാണ്, തേർഡ് സിറ്റുവേഷൻ ആണ്. ഇവരുടെ കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാള് ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പേഴ്സൺ എവിടെയും യോജിച്ചു പോകുന്ന ഒരു ടൈപ്പ് അല്ല. അവിടെ ഇവിടെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് മാത്രമല്ല ഇയാള് എപ്പോഴും ഇങ്ങനെ ഓരോ മെന്റൽ കോൺഫ്ലിക്റ്റിലായിരിക്കും ഉള്ളത്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുള്ളത്. നിങ്ങളുടെ അടുത്തും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കാം സംസാരിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാളുടെ മൈൻഡിൽ പീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നമ്മൾ കാമായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ്, നമ്മളെപ്പോഴും മെന്റൽ കോൺഫ്ലിക്റ്റിലാണുള്ളത്. എപ്പോഴും ഓരോ കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള എനർജിയിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇവരുടെ ലൈഫിലുള്ള ഒരു വ്യക്തികളുമായിട്ട് അറ്റാച്ച്ഡ് ആയി പോകാൻ പറ്റത്തില്ല. കാരണം ആളുടെ ഉള്ളിൽ വലിയ മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അതാണ് ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് ആൾക്ക് വെളിയിൽ വരുന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇയാൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്ത് പലരുടെ അടുത്ത് യോജിച്ചു പോവാതിരിക്കുന്നുണ്ടാവാം, അവരുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടാവാം.
ആ ഒരു എനർജീസും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സന്റെ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ വർക്ക് പ്ലേസിലായിരിക്കാം ഞാൻ പറഞ്ഞത് ന്യൂ പേഴ്സൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ന്യൂ പേഴ്സൺ മേ ബി നിങ്ങളുടെ പേഴ്സണും ഈ ഒരു വ്യക്തി ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കാം. ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങളുടെ എനർജീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് എനിക്ക് എന്തിന്റെ കുറവുള്ള, ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുന്നുള്ളത്. അതങ്ങനെ വേണം. നമ്മളെ എപ്പോഴും ഹൈ പ്രയോറിറ്റിയിൽ വെക്കണം. നമുക്ക് അത്രയും വാല്യൂ നമ്മൾ കൊടുക്കണം, എന്നാലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നമുക്ക് വാല്യൂ തരത്തുള്ളൂ. നിങ്ങളുടെ ഒരു അനാലിസിസ് വെച്ചാൽ നിങ്ങൾ പെർഫെക്റ്റ് പാർട്ണറാണ്. എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി വേറൊരു തേർഡ് പേഴ്സണെ തേടി പോയതെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. സോ നിങ്ങൾ ഓൾറെഡി റീസെന്റ് ആയിട്ട് ഹസ്ബൻഡും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ട് വീട്ടിൽ പിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അത് തേർഡ് പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാവും. റീസെന്റ് ആയിട്ട് നിങ്ങൾ വൈഫ് എന്നുള്ള രീതിക്ക് അല്ലെ ഹസ്ബൻഡ് എന്നുള്ള രീതിക്ക് അവരുമായിട്ട് ബെഗ് ചെയ്തിട്ടുണ്ടാവാം. എന്റെ ഹസ്ബൻഡിനെ എനിക്ക് വിട്ടുതരണേ എന്നുള്ള രീതിക്ക് നിങ്ങൾ ബെഗ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു ലേഡി കണ്ണടച്ചിരിക്കുക എന്ന് പറയുകയില്ലേ, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ളൊരു മറ്റും ഭാവത്തിലും ആയിരിക്കും. ഒരു റെസ്പോണ്ട് ഇല്ലാതായിരിക്കും ആ ഒരു വ്യക്തി. റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല, റെസ്പോൺസ് ഇല്ല. ലൈക്ക് നമ്മൾ പറയത്തില്ലേ, യാതൊരു വിധത്തിലുള്ള പ്രതികരണം ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. പുള്ളിക്കാരി കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞാലും ഭയങ്കര സെൽഫിഷ് ആയിരിക്കും ചില ആളുകൾ. അവർക്ക് അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഹേർട്ടാവോ ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഞാൻ ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക് വൈഫ് ഉണ്ടെങ്കിൽ അവർക്ക് ഹേർട്ട് ആവോ എന്ന് ചിന്തിക്കുകയില്ല. അങ്ങനെയും സെൽഫിഷ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ. പൊതുവെ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാ എനർജീസും അങ്ങനെയാ. അല്ലെങ്കിൽ നമ്മൾ അത്രയും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡിവൈൻ എനർജി നിറഞ്ഞിരിക്കുന്നുണ്ടാവണം. നമ്മൾ മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ നമുക്ക് മനസ്സലിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവരും സെൽഫിഷ് തന്നെയാണ് ഈ ലോകത്ത്. ആ ഒരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി ആ ഒരു ലേഡിയോട് ബെഗ് ചെയ്തിട്ടുണ്ടാവും, എന്റെ ഹസ്ബൻഡിനെ എനിക്ക് തിരിച്ചു തരണം, എനിക്കൊരു കുഞ്ഞു കൊച്ചുണ്ട്. എനിക്ക് തോന്നുന്നു കുഞ്ഞു ബേബി ആയിരിക്കാം നിങ്ങൾക്ക്. ഇപ്പം ജസ്റ്റ് റീസെന്റ് ആയിട്ട് ഉണ്ടായതായിരിക്കും. നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, യെസ് ഇവിടെ തേർഡ് പേഴ്സൺ ഉണ്ട്. അപ്പോഴേക്കായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കളകളികളൊക്കെ കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കുന്നതൊക്കെ. നിങ്ങൾ ബെഗിങ്ങിന്റെ എനർജിയിലാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിന് വിബ്രേഷനുണ്ട് അവർ ചെയ്ത എന്താണ്. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഹസ്ബൻഡിന്റെ എനർജീസ് നോക്കുവാണെങ്കിൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ഒത്തിരി ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇവർ തേർഡ് പാർട്ടിയിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആണെന്ന്. നിങ്ങൾ ഒത്തിരി അധികം നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആളങ്ങോട്ട് പിടിതരുന്നുണ്ടാവില്ല. ഇതൊരു സ്പെസിഫിക് എനർജിയാണ് കേട്ടോ, സ്പെസിഫിക് എനർജിയാണ്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ജെൻഡർലെസ് റീഡിംഗ് ആണ്. എനർജീസ് ഒരിക്കലും മെയിലെന്നോ ഫീമെയിലെന്നോ ഒന്നുമില്ല. നിങ്ങളുടെ അക്കോർഡിംഗ് ഒരു റീഡിംഗ് എടുക്കുക. കാരണം ഞാനൊരു ഫീമെയിൽ ആയതുകൊണ്ട് എനിക്ക് പറയാൻ എളുപ്പമായിട്ടുള്ള രീതിക്കായിരിക്കും ഞാൻ ഈ ഒരു റീഡിംഗ് പറയുന്നുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. സോ വൈ ഹിയർ ഈസ് ക്യൂൻ ഓഫ് കോയിൻസ് ഡിവൈൻ. ആഫ്റ്റർനൂൺ തോട്ട്സിൽ എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് കോയിൻസ് വന്നിട്ടുള്ളത്? വൈ ഹിയർ ഈസ് ക്യൂൻ ഓഫ് കോയിൻസ് ഡിവൈൻ. Deception. God. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫോർ സം ഓഫ് യു. വളരെ റെയർ കേസസ് ആണ് ഞാൻ ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നുള്ളത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാത്തവരും ഉണ്ടാവാം, ചിലരൊക്കെ മീറ്റും ചെയ്തിട്ടുണ്ടാവും. അല്ലെ ജസ്റ്റ് റീസെന്റ് ആയിട്ട് അയാൾ മീറ്റ് ചെയ്യാമെന്ന് പറയുന്ന ആ ഒരു ടൈമിലായിരിക്കും ഇവർ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. നിങ്ങളെ പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുള്ളത് ഈ ഒരു വ്യക്തി. ഒരു കാര്യം പറയാം, എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് ഇവരിങ്ങനെ ഒത്തിരി ഓവർ തിങ്ക് ചെയ്ത് ഇയാൾക്ക് ഭയങ്കരമായിട്ടും തലവേദന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഈ ഒരു എനർജി റീഡ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും റീഡ് ചെയ്യുന്നവരുടെ കുറെ നേരത്തേക്ക്. എനിക്ക് നല്ല രീതിക്ക് തലവേദന എടുക്കും, നല്ല രീതിക്ക് നമ്മളിങ്ങനെ തല പൊട്ടിപ്പോകില്ല രണ്ട് സൈഡിൽ നിന്നും, അങ്ങനത്തെ ഒരു എനർജിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നോക്കിയേ, ഇവിടെ ഡിസപ്പോയിന്റ്മെന്റിന്റെ എനർജിയാ. ഇത് കണ്ടില്ലേ, ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു കാർഡിൽ നോക്കുമ്പോൾ ഇയാൾ ഹാപ്പി അല്ല, ഇവിടെ നോക്കുമ്പോഴും ഇയാൾ ഹാപ്പി അല്ല. ഭയങ്കരമായിട്ടും ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷനെ മറ്റുള്ളവർക്കും കൂടി കൊടുക്കുകയാണ്. അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഈ സെയിം എനർജി എനിക്ക് സെൻസ് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ.
ഇവർ നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ഒത്തിരി അധികം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളോട് നുണകൾ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളുടെ വിശ്വാസം നേടിയെടുത്തിട്ടുണ്ടാവാം. പലപ്പോഴും ചില ആളുകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, എന്തെങ്കിലുമൊക്കെ നുണകൾ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് പലർക്കും വളരെ കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾ ഒത്തിരി അധികം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. വൈ ഹിയർ ഈസ് ഏസ് ഓഫ് സോർഡ്സ് ഡിവൈൻ. വൈ ഹിയർ ഈസ് ഏസ് ഓഫ് സോർഡ്സ്. നമ്മൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് അധികം ലോങ് ആയിട്ട് പോകത്തില്ല, ബിക്കോസ് ഞാൻ ഇന്നർ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് കൂടുതലായിട്ട് എനർജി ഇതായിട്ടുണ്ടെങ്കിൽ അതിൽ ബ്രേക്ക് വരുന്നുണ്ടാവും. വൈ ഹിയർ ഈസ് ഏസ് ഓഫ് സോർഡ്സ് ഡിവൈൻ. ശരിക്കും നിങ്ങൾക്ക് അറിയേണ്ട എക്സാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇവർ ശരിക്കും എന്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാമോ, അതോ ജെനുവിൻ ആയിട്ട് ഈ ഒരു വ്യക്തി എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ, എനിക്കൊരു കമ്മിറ്റ്മെന്റ് ശരിക്കും ഈ ഒരു വ്യക്തി തരുമോ എന്നുള്ള രീതിക്ക് 100 തരത്തിലുള്ള തോട്ട്സുകൾ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രമാത്രം എന്നെ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയേ, എങ്ങനെ എത്ര പെട്ടെന്ന് ഈ ഒരു കണക്ഷനെ വേണ്ടെന്ന് വെക്കാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ള രീതിക്കുള്ള തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. Why here is 6 of Wands? Please give me one card divine. Why here is 6 of Wands? Why here is 6 of Wands? Emperor. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവിടെ ഈ ഒരു കണക്ഷനിൽ, നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ ഈ ഒരു കണക്ഷന്റെ വളർച്ചയ്ക്കല്ല, പ്രോഗ്രസിന് മെയിൻ ആയിട്ട് റീസൺ ആയിട്ട് നിൽക്കുന്നത് തേർഡ് പേഴ്സൺ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കണക്ഷനിൽ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുന്നുള്ളത്. പിന്നെ കുറച്ച് റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആദ്യം നിങ്ങൾ രണ്ടുപേരും നല്ല കണക്ഷനിലായിരിക്കാം, രണ്ടുപേരിൽ ആരെങ്കിലും സ്ഥലം മാറി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ആയപ്പോഴേക്കും ഒരു മാനസികമായിട്ട് ഒരു അടുപ്പക്കുറവ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, നമ്മൾ ആളുകളെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സ്നേഹം വരുന്നുള്ളത്. കാണാതിരിക്കുന്ന സമയത്ത് അതിപ്പോ എത്ര വലിയ ഡയലോഗ് അടിച്ചെന്ന് പറഞ്ഞാലും കണ്ടോണ്ടിരിക്കുന്ന ആ ഒരു എനർജിയിലായിരിക്കും സ്നേഹം ഉണ്ടാവുക. ഇപ്പൊ കാണാതെ ഒരാളെ സ്നേഹിക്കാൻ പറ്റും എന്നൊക്കെ ഡയലോഗ് അടിക്കാൻ പറ്റുമെങ്കിൽ അത് എക്സാക്ട്ലി പ്രാക്ടിക്കലി അത് വർക്ക്ഔട്ട് അല്ല. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു പ്രോഗ്രസ് വേണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആൾക്ക് ആ ഒരു നിങ്ങളുടെ പേഴ്സണൽ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് അയാൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഈഗോയിലും ആറ്റിറ്റ്യൂഡിലും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഭയങ്കരമായിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു എനർജിയാ. അവരെ കൺട്രോൾ ചെയ്യണം, അവരെ നമ്മുടെ കൺട്രോളിൽ നിർത്തണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കൺട്രോളിൽ നിർത്തണം, നിങ്ങളുടെ പേഴ്സന്റെ കൺട്രോളിൽ നിർത്തണം എന്നാണ് ആൾ ആഗ്രഹിക്കുന്നുള്ളത്. പിന്നെ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇമോഷൻസിനെ കഴിഞ്ഞും കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും മൈൻഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ലൈഫിൽ മിക്ക കാര്യങ്ങളും ബെറ്റർ ആയിട്ട് പോകുന്നുണ്ടാവില്ല. നമ്മൾ പറയില്ല, നമുക്ക് മൈൻഡ് യൂസ് ചെയ്യേണ്ടടുത്ത് മൈൻഡ് യൂസ് ചെയ്യണം, ബ്രെയിൻ യൂസ് ചെയ്യാൻ ഹേർട്ട് യൂസ് ചെയ്യേണ്ടടുത്ത് ഹേർട്ട് യൂസ് ചെയ്യണം. ആ ഒരു എനർജി ഉണ്ടല്ലോ. അപ്പം പലപ്പോഴും നമുക്ക് ഈ മൈൻഡ് കൊണ്ട് മാത്രം ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. പലപ്പോഴും റിലേഷൻഷിപ്പ്, ഫാമിലി ലൈഫിന്റെ ഒക്കെ കേസിൽ നമുക്ക് പലപ്പോഴും എന്താ പറയാ, നമ്മുടെ മൈൻഡ് അല്ല യൂസ് ചെയ്യേണ്ടത്, ഹേർട്ടാ യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ഇമോഷൻസ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അത് വർക്ക്ഔട്ട് ആവത്തുള്ളൂ. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് വൈ ഹിയർ ഈസ് 9 of Coins ഡിവൈൻ. പേജ് ഓഫ് Pentacles. നിങ്ങൾ ആ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമില്. അപ്പൊ എത്രയൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് പറഞ്ഞാൽ, ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള സിനാരിയോസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള സിനാരിയോസ് ആണ് അത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിടുക. ഇപ്പൊ ഞാൻ ഈ ഒരു റീഡിംഗ് എടുക്കുമ്പോൾ 100 കണക്കിന് ഡൗട്ട്സ് എനിക്ക് വരും. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത എനർജി പറഞ്ഞല്ലോ, എനിക്ക് കിട്ടുന്ന എനർജീസ് ആണ് പറയുന്നുള്ളത് കേട്ടോ. അത് പേഴ്സണൽ റീഡിംഗ് അല്ലാത്തതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു എനർജിയിൽ നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരു കണക്ഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ സെയിം എനർജി തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട്. പേജ് ഓഫ് പെന്റിക്കിൾ എന്താണ്? പേജ് ഓഫ് പെന്റിക്കിൾസ് മീൻസ് മാനിഫെസ്റ്റേഷൻസ്, അല്ലെങ്കിൽ പേജ് ഓഫ് പെന്റിക്കിൾസ് മീൻസ് എഫോർട്ട്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഓക്കെ, പക്ഷെ പേജസിന്റെ എനർജീസ് നോക്കുവാണെങ്കിൽ പേജസ് ഇമ്മെച്യൂർ ആണ്. മെച്യൂർ ആയിട്ടുള്ള ഒരു ആക്ഷൻസും പേജസിന്റെ ഭാഗത്തും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അത് വലിയ മണ്ടത്തരമായിരിക്കും. ഈ ഒരു കണക്ഷന് എപ്പോഴും ഇവിടെ 2 തവണയും പേജസിന്റെ എനർജീസ് ആയിട്ടുള്ളൂ. ഒരിക്കലും പേജ് ഓഫ് കോയിൻസ്, പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് പെന്റിക്കിൾസ് 3 കാർഡ്സ് വന്നിട്ടുണ്ട്. പേജസിന്റെ എല്ലാ ടാറോ ഡെക്സും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഈ ഒരു വ്യക്തി ഇയാൾ ഓൾറെഡി മെച്യൂർ ആണ്, എംബ്രർ ആണ്, പക്ഷെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രം എംബ്രർ അല്ല. അയാൾ പേജസിന്റെ എനർജീസിൽ അത്ര സീരിയസ് ആയിട്ട് കണക്ഷൻസിന്റെ ബന്ധങ്ങളോ ഒന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ആൻഡ് വൈ ഹിയർ ഈസ് 9 of Swords ഡിവൈൻ.
Why here is 9 of swords. സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ, ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ ഓൾറെഡി പറഞ്ഞ ഒരു വ്യക്തിയുടെ മൈൻഡ് വേറൊരു ഈ ഒരു ടൈമില് മൈൻഡിന് കൂടുതലായിട്ടും വർക്കിലും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓൾറെഡി ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, മണി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പൈസ 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 എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഒരു എനർജി എനിക്ക് ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പെന്റിക്കിളോട് പെന്റിക്കിൾ ആ ഒരു എനർജി, പൈസ എന്നുള്ള ഒരു എനർജി മാത്രമാണ് ഈ ഒരു എല്ലായിടത്തും. നമ്മൾ പറയത്തില്ലേ, പൈസ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഹയർ പൊസിഷൻ അങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ റെസ്പെക്ട് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്യാഷ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്, പൂർണ്ണമായിട്ടും ഇപ്പൊ കരിയറിൽ ഫോക്കസ്ഡ് ആണ്, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് അത്ര ശ്രദ്ധ വരാതിരിക്കുന്നുള്ളത്. പൈസയിൽ ഫോക്കസ്ഡ് ആണ്, കുറെ ക്യാഷ് ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ലൈഫിൽ ഒരു നെയിമും ഫെയിമും ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഓൾറെഡി ഒരു വ്യക്തിക്ക് ക്യാഷ് ഉണ്ടായിരിക്കാം, എന്നാലും അത്യാഗ്രഹമാണ് ഇനിയും ക്യാഷ് വേണം എന്നുള്ള രീതിക്ക്. ഇയാള് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എല്ലാവരും നമ്മളുടെ കൺട്രോളിൽ നിൽക്കത്തുള്ളൂ എന്നായി ഒരു വ്യക്തി വിചാരിക്കുന്നുള്ളത്. ബട്ട് ചില സമയത്ത് പവർ ലൈക്ക് ക്യാഷ് അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ക്യാഷ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ജീവിക്കാൻ. ബട്ട് എന്നാലും എല്ലാവർക്കും ക്യാഷ് മതി എന്നുള്ള ഒരു എനർജി അല്ല. ചില ആളുകൾക്കൊക്കെ ഇമോഷൻസ് ആണ് ഇമ്പോർട്ടൻസ്, ബന്ധങ്ങളാണ് ഇമ്പോർട്ടൻസ്, പൈസയെ കഴിഞ്ഞും കൂടുതൽ. അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ലോകത്ത്. ഓക്കെ, 5 of Wands എനർജി എന്തുകൊണ്ടാണ് ഡിവൈൻ ഇവിടെ? Why here is 5 of Wands? Okay, Knight of Swords. And why here is Page of Coins? Why here is Page of Coins? Start. Again, നമുക്കിവിടെ വന്നിട്ടുള്ളത് 5 of Wands എനർജീസ് ആണ്. ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജി, ഹീലിംഗിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെ കാണാൻ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓപ്ഷൻസ് ഒന്നും യാതൊരു കുറവുമില്ല. ഇയാളുടെ പുറകെ കുറെ ആളുകൾ ഉണ്ടാവും. ഇയാൾ വളരെ ജെന്യുവൻ ആണെന്നും ലോയൽ ആണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇയാളുടെ ലൈഫിൽ ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട്, പലരെയും ഈ ഒരു വ്യക്തി പറ്റിച്ചിട്ടുണ്ട്, പല വ്യക്തികളും ഇവരെയും പറ്റിച്ചിട്ടുണ്ട്. അപ്പം ഇവരിൽ നിന്ന് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ആളുകളും ഉണ്ട്, ഇവർക്ക് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ആളുകളും ഇവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വ്യക്തി ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, കുറെ ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴേക്കും അവിടെ പ്രത്യേകിച്ച് ഇമോഷൻസും ഫീലിങ്സും ഒന്നും ഉണ്ടാക്കില്ല. അങ്ങനെ നിൽക്കാൻ പഠിച്ചിട്ടൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഇമോഷണൽ ആയിട്ടും ഈ ഒരു വ്യക്തി ഇമോഷണൽ ആവാത്തതിന്റെ ഒരു റീസൺ അതാണ്. ഓൾറെഡി ഇയാൾ കുറെ ആളുകളായിട്ട് ഫ്ലോട്ട് ചെയ്ത് നടന്നിട്ടുണ്ട്, അതിൽ കുറെ ബെനിഫിറ്റ്സ് നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ സെയിം എനർജിയിൽ ഇയാളെ കുറെ ആളുകൾ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്, അതിന് ഇയാൾക്ക് കുറെ ലെസൺസ് കിട്ടിയിട്ടുണ്ട്, അതിന് ഇയാൾ ഇമോഷണലി ബാലൻസ് ആയിട്ടുണ്ട്, ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എത്രയൊക്കെ ഇമോഷൻസ് അല്ല ചങ്ക് തുറന്ന് വെച്ചെന്ന് പറഞ്ഞാൽ അത് ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന ഒരു എനർജീസ് എനിക്ക് ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. സോറി ടു സേ. വൈ ഹിയർ ഈസ് 3 of Wands divine. ഷുഗർ കോട്ട് റീഡിങ്സ് ഒന്നും വേണമെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അതങ്ങനെ പറയുന്നത് കൊണ്ട് കാര്യമില്ല. Queen of Cups. നമ്മൾ ജെനുവിനായിട്ടായിരിക്കും റീഡിങ്സ് ചെയ്യുന്നുള്ളത് കേട്ടോ. ഇവിടെ 4 of Wands എനർജീസ് ആണ്. നിങ്ങളുടെ എനർജീസ് നോക്കുവാണെങ്കിൽ 2 of Cups എനർജീസ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഒരു വ്യക്തിയെ ഒരു റിട്ടേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം അധികം വെയിറ്റിംഗിലാണ്, പക്ഷെ നിങ്ങൾ അവരെ കാണിക്കുന്നില്ല ആ ഒരു സ്നേഹം അധികം കൂടുതലൊന്നും. നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുന്നുമില്ല, ഫോക്കസ്ഡും അല്ല. പക്ഷെ നിങ്ങൾക്ക് ഇവർ തിരിച്ചു വരണം എന്ന് ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ഇവരായിട്ട് വരണം, അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ടേക്ക് പോകത്തില്ല എന്നുള്ള ഒരു എനർജിക്കും കൂടിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുള്ളത്. ഓക്കെ, അതൊരു നല്ലൊരു എനർജിയാണ്. ഇവരുടെ മനസ്സിലും ഇവർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ടൊരു മെന്റൽ കോൺഫ്ലിക്റ്റ് ഇയാൾക്കുണ്ടെന്ന്. അത് നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടയോ എന്നുള്ള രീതിക്കുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ ഉള്ളത്. വരാനായിട്ട് മനസ്സത്തിലിരിക്കും നമ്മൾ പറയത്തില്ലേ, ചിലരോട് മിണ്ടാൻ വേണ്ടി വല്ലാത്തൊരു ക്രേവ് ചെയ്യാന്ന് പറയില്ലേ, അതുകൊണ്ട് ക്രേവിങ് എനർജി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ വരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജി. ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ആള് സ്റ്റക്കാണ്. പിന്നെ പെട്ടെന്ന് എടുത്ത് ചാടി വരാനും പറ്റത്തില്ലാത്തൊരു എനർജി. ആയിരിക്കുന്ന സിറ്റുവേഷൻസിനെ എടുത്തെറിഞ്ഞ് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാതെ മൊത്തത്തിൽ ഒരു വട്ട് പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഇയാൾക്ക് ഇവിടെ ഉള്ളത്. മനസ്സ് പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയത്തില്ലേ, ഇയാൾ കുറെ ആളുകളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്ത് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ചെയ്യണം. പക്ഷെ ഇവിടെ ഏതോ ഒരു ടൈമിൽ നിങ്ങളായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇവർ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു, ഞാൻ കണക്റ്റഡ് ആവാൻ പോവാണ് ഈ ലേഡിയായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട്, ഈ പേഴ്സണുമായിട്ട് ഞാൻ കണക്റ്റഡ് ആവുകയാണ്. അപ്പം അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഡിറ്റാച്ച്ഡ് ആവണം എന്നുള്ള ഒരു എനർജിയിലാണ് ഇയാള്
നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്ട്, അതായത് ലൈക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഒരു ഡിറ്റാച്ച്മെന്റിലേക്ക് ട്രൈ ചെയ്യാണ്. പക്ഷെ നിങ്ങളുമായിട്ട് ഏതോ ടൈമിൽ ഈ ഒരു വ്യക്തി അടുത്ത് പോയിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു ലവും ആ ഒരു കെയർ. ഇതിനു മുമ്പ് ഇയാൾക്ക് ഇങ്ങനെ ഒരു സ്നേഹമോ കെയറോ ഒന്നും എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാവുകയില്ല. നിങ്ങളായിരിക്കും ഇവർക്ക് അത് കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ കിട്ടാത്ത ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായി, ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ഈ ഒരു കണക്ഷനിലാവുന്നുണ്ട്, ഇതെന്നെ അഫക്ട് ചെയ്യുന്നുണ്ട്, എന്റെ മെന്റൽ സ്റ്റെബിലിറ്റി അഫക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നെ നല്ല രീതിക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്നെ ഞാനെന്നുള്ള ഒരു വ്യക്തിയെ കൺട്രോളിൽ വെക്കാൻ അത്രയ്ക്ക് ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് ഇയാളെ കുറിച്ച് തന്നെ പറയുകയാണ്. ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുകയാണ്. അതാണ്, ഇവർക്ക് നല്ല രീതിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഇവരെ കൺട്രോൾ ചെയ്യാണ്, ടോട്ടലി മൈൻഡ് ഡൈവേർട്ട് ചെയ്യാണ്. ഇവരുടെ എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് 24/7 നിങ്ങളുണ്ട്. അതാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ശരിയാണ്, പ്ലെയർ ആണ്, പറ്റിച്ചിട്ടുണ്ട്, ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഏതോ ഒരു ടൈമിൽ ഇവിടെ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഇയാൾ കണക്ട് ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് ഈ ഒരു വ്യക്തിക്കും പിടുത്തം കിട്ടുന്നില്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ. ഇങ്ങനെ പലരോടും ഇങ്ങനെ കണക്ട് ആയിട്ട് നടക്കുന്നവർക്കൊക്കെ ഫീൽ ചെയ്യും, യെസ് ഇത് എല്ലാവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് നടക്കുന്നതല്ലേ, ഇത് പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യമല്ല. പക്ഷെ ഏതോ ഒരു ടൈമിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഫേസിൽ വന്നപ്പോൾ ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് പണി പാളിയിട്ടുണ്ട്, ഞാനും അവരുടെ അടുത്ത് ഇത്രമാത്രം അറ്റാച്ച്ഡ് ആണെന്നുള്ള റിയലൈസേഷൻ. അപ്പൊ ഇയാൾ ഓടിയിട്ടുണ്ടാവും, റണ്ണർ ചേസർ എനർജിയിലായിട്ടുണ്ടാവാം. വീണ്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത എനർജിയിൽ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇയാൾ ഇത്രമാത്രം ക്രേവ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് മിണ്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ഇയാൾ കൺട്രോൾ ചെയ്യാണ്. നോ, ഞാൻ എംബ്രർ ആണ്, ഞാൻ ആരുടെയും മുന്നിൽ താഴെയല്ല, ഞാൻ ആരുടെയും കൺട്രോളിൽ വരത്തില്ല എന്നുള്ളൊരു എനർജി. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. ഞാൻ വളരെ കുറച്ച് റീഡിങ്സ്, ഒരു 3 റീഡിങ്സ് ഒക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതലായിട്ടുള്ള എനർജീസും നെഗറ്റിവിറ്റീസും ഒന്നും എടുത്തോളാൻ വയ്യ, അതുകൊണ്ടാണ്. സോ താങ്ക് യു സോ മച്ച്.